ഹായ് വെൽക്കം ബാക്ക്. നിങ്ങളിപ്പം റീസെൻ്റായിട്ട് ന്യൂസ് കണ്ടിട്ടുണ്ടാവും. 1-2 ദിവസത്തിന് മുന്നേ കേട്ടോ, ഒരു ശ്രീനന്ദ എന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ മരണം. അനറക്സിയ നെർവോസ എന്നാണ് അവളുടെ രോഗകാരണം. എന്താണെന്ന് വെച്ചാൽ ഒരു ബോഡി ഷേമിങ് അനുഭവിച്ചിട്ടുള്ള കുട്ടിയായിരിക്കാം. കാരണം അവൾ യൂട്യൂബ് നോക്കി ഡയറ്റും കഠിനമായ വ്യായാമമൊക്കെ ചെയ്ത് അന്നനാളവും പിന്നെ ആമാശയൊക്കെ ചുരുങ്ങി അങ്ങനെ ഒരു കണ്ടീഷനിലേക്ക് വന്ന ആളാണ്. അപ്പോൾ അവളെന്താ ആലോചിച്ചിട്ടുണ്ടാവും, ഞാൻ തടി കൂടുതലാണ്, ഭക്ഷണം കഴിക്കുമ്പം തടി കൂടുകയാണെന്ന് അവൾക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് യൂട്യൂബ് നോക്കി ഇങ്ങനെ ഡയറ്റ് പ്ലാനൊക്കെ എടുത്ത് വ്യായാമം ചെയ്ത് അങ്ങനെ മരിക്കാൻ കാരണം. അപ്പം ഈ രോഗത്തിൻ്റെ നമുക്ക് ഒരു രോഗം തുടങ്ങുമ്പോൾ നമുക്ക് ചിലത് തോന്നുമല്ലോ. ആ രോഗത്തിൻ്റെ അടയാളങ്ങളായിട്ട് അവൾക്ക് തോന്നുക, അവൾക്ക് നല്ല അടയാളങ്ങളാണ് ഭക്ഷണം നന്നായി ഒഴിവാക്കുക, കുറയ്ക്കുക, അങ്ങനത്തെ ഓരോ ചിന്തകളും. അങ്ങനെ ഇവൾ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ രാവിലത്തെ ഭക്ഷണം പൂർണ്ണമായിട്ട് ഒഴിവാക്കി. പിന്നെ ഭക്ഷണം കഴിച്ചാൽ ഞാൻ വെയിറ്റ് കൂടും, അല്ലാന്നുണ്ടെങ്കിൽ കുറയും, അങ്ങനത്തെ ഓരോരോ ചിന്തകളായിട്ടാണ് ഈ കുട്ടി മരിച്ചത്. പിന്നെ ഈ കണ്ടീഷൻ അറിയുന്നതിന് മുന്നേ തന്നെ അവൾക്ക് ഈ രോഗം അല്ലാണ്ട് ബാധിച്ചിട്ടുണ്ടേനും. ഇനി അതൊക്കെ വിട്ട് ഞാൻ ഒരു പോയിന്റിലേക്ക് വരാം. ബോഡി ഷേമിങ്ങിനെ കുറിച്ച് എന്താണ് നിങ്ങളൊക്കെ അഭിപ്രായം? പലർക്കും പല അഭിപ്രായമായിരിക്കും അല്ലേ? കാരണം പലരും പലതരത്തിലുള്ള ബോഡി ഷേപ്പും പിന്നെ കളറും ഓരോരുത്തരും ഓരോ കാരണം കൊണ്ട് വ്യത്യസ്തമായിരിക്കും. സോ ബോഡി ഷേമിങ് എന്ന് പറയുന്നത് എൻ്റെ അഭിപ്രായത്തിൽ ഒരു വളരെ മറ്റുള്ളവരെ സങ്കടപ്പെടുത്തുന്നതും മനസ്സിനെ തന്നെ വല്ലാണ്ട് വേദനിപ്പിക്കുന്ന ഒരു സംഭവമാണ്. ഞാൻ വളരെ മെലിഞ്ഞായതുകൊണ്ട് തന്നെ ഒരുപാട് ബോഡി ഷേമിങ് അനുഭവിച്ച ആളാണ്. സോ എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, കുറച്ച് ആൾക്കാരുണ്ടാവുമല്ലോ, നമുക്ക് വേണ്ടപ്പെട്ടവരായിരിക്കും, അല്ലെങ്കിൽ ഏതോ മൂലയിൽ കിടക്കുന്ന ഒരു പരിചയമില്ലാത്ത ആളായിരിക്കും. അവരൊക്കെ ഉണ്ടാവും, അവർക്ക് എന്ത് മനസ്സുഖ കിട്ടണമെന്ന് എനിക്കറിയില്ല. ചിലപ്പം നിവൃത്തികേടുകൊണ്ട് അവർക്ക് പറയണം എന്ന് വെച്ച് പറയുന്നുണ്ടാവുമല്ലോ, അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. ഞാനിപ്പോൾ സപ്പോസ് ഒരാളെപ്പോൾ ഞാൻ കാണുകയാണ് വല്ലാണ്ട് ഫാറ്റാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ ഒരാളിൻ്റെ അടുത്ത് ആരെങ്കിലുണ്ട്, എന്തൊരു തടിയാലേ, അല്ലാന്നുണ്ടെങ്കിൽ ആ തടിയൊക്കെ കൊണ്ട് എങ്ങനെ നടക്കണം അങ്ങനെ ഇപ്പോൾ ചോദിക്കുകയെന്നുണ്ടെങ്കിൽ അതുപോലെ അറിഞ്ഞ് അങ്ങനെ ഇപ്പോൾ നമ്മൾ മനസ്സ് വെച്ചിരിക്കണേക്കാളും നല്ലത് ഓലോട് നേരിട്ട് പറയണത് തന്നെയാണ്. കാരണം പക്ഷേ ഓൾക്കിത് വിഷമാവും, ഓൾക്ക് എങ്ങനെ ഈ രീതിയിൽ എടുക്കും, നമ്മൾ ഏ രീതിയിലാണ് പറയണതെന്നുള്ളത് മനസ്സിലാവില്ല. കാരണം ഞാൻ പറയട്ടെ, ഞാൻ നല്ല മെലിഞ്ഞ ഒരാളാണ്. ഞാൻ ഇത്രയും കാലമായിട്ട് ബോഡി ഷെയ്മിങ് അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീട്ടുകാരാണെങ്കിലും നാട്ടുകാരാണെങ്കിലും ഇനിയിപ്പോൾ എവിടെയെങ്കിലും പോയാൽ ഇനി ഫ്രണ്ട്സ് ആണെങ്കിലും അവരൊക്കെ പറയും, എനിക്ക് ഇപ്പോഴും ഒരു മാറ്റമില്ലല്ലോ, സ്കൂളിലൊക്കെ പഠിക്കണ ഏതേ ഫ്രണ്ട്സിനാണെങ്കിൽ ഒരു മാറ്റമില്ലല്ലോ, ജി അങ്ങനെ തന്നെ ആണല്ലോ പറയും. മെലിച്ചിലോണ്ട് കാരണം ഈ മെലിഞ്ഞ തടിയുള്ളവരുണ്ടാവും, മെലിഞ്ഞതായിരിക്കും. അപ്പോൾ ഈ മെലിഞ്ഞവരോട് ഓൾക്ക് ചിലപ്പം അത് എന്താ പറയുക പാരമ്പര്യമായിട്ട് കിട്ടിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും. എനിക്കിപ്പോൾ തൈറോയിഡ് എന്ന് പറയുന്ന ഒരു അസുഖമുണ്ട്. തൈറോയിഡ് വലിയ രീതിക്കില്ല, എന്നാലും എനിക്ക് തൈറോയിഡ് ഉണ്ടെന്ന് പറഞ്ഞ് പിടിച്ച് നിൽക്കുക. കാരണം എന്താ പറയുക, ഇനി പറയും എന്താ ഇങ്ങനെ മെലിഞ്ഞിട്ട് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും എനിക്ക് തൈറോയിഡ് ഉണ്ട്, അതുകൊണ്ടാണ് എൻ്റെ തടി നന്നാവാത്തത്. ഞാൻ ഒരു പ്രൊഫഷനായി തിരഞ്ഞെടുത്തത് ടീച്ചിങ്ങായിരുന്നു. ഞാൻ ടീച്ചിങ് പഠിച്ച് 1 വർഷം ജോലിക്ക് പോയി. പക്ഷേ അവിടുത്തെ ടീച്ചർ, ആ സ്കൂളിലെ ടീച്ചർ അവിടുത്തെ കുട്ടികൾക്ക് ആദ്യമായിട്ട് പരിചയപ്പെടുത്തി കൊടുക്കും. ഇതാണ് നിങ്ങളെ പുതിയ ടീച്ചർ, നിങ്ങളെ പുതിയ മിസ്സാണ് കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ ഒരു കുട്ടി അപ്പോൾ തന്നെ ചോദിക്കുക, ഒരു ചെറിയ കുട്ടിയാണ്, ഓല പറഞ്ഞിട്ട് കാര്യമില്ല, ഇത് ടീച്ചറോ, ടീച്ചറിൻ്റെ മാതിരി ഇല്ലല്ലോ, ടീച്ചറിൻ്റെ കോലം കണ്ടില്ലേ, അങ്ങനെ ഉണ്ട്. അപ്പോൾ തന്നെ എനിക്ക് ഞാൻ വെയിറ്റും ഇല്ല ഹൈറ്റും ഇല്ല, ഹൈറ്റെങ്കിലും ഉണ്ടായാൽ മതിയേനു, വെയിറ്റും ഇല്ല ഹൈറ്റും ഇല്ല, ഒരു കോലും ഇല്ല, അതുകൊണ്ടല്ലേ കുട്ടിക്ക് ഇങ്ങനെ തോന്നിയത്. അല്ലാന്നുണ്ടെങ്കിൽ ആ കുട്ടി മറ്റുള്ളവരെ ഇടയിലേക്ക് ഇറങ്ങിയപ്പോഴോ അല്ലെങ്കിൽ അവരുടെ വീട്ടുകാരോ എല്ലാവരും മറ്റുള്ളവരെ, ആ കുട്ടീനായിരിക്കണം എന്നില്ല, മറ്റുള്ളവർ ആ കുട്ടി തടിയില്ല അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓരോരോ പബ്ലിക് പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ, അതിൽ നിന്നൊക്കെ അറിഞ്ഞതും കണ്ടതുമായിരിക്കും, തടിയില്ല, നിങ്ങളല്ല, വെളുത്തിട്ടാണ്, കറുത്തിട്ടാണ്, പിന്നെ ലുക്കില്ല, അങ്ങനത്തെ ഒക്കെ ഓരോരോ സംഭവങ്ങളുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ തോന്നിയതായിരിക്കും. കുട്ടികളെ ഒരിക്കലും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ചെറിയ മക്കളാണ്, അറിയില്ല, പറഞ്ഞു തരാനും പറഞ്ഞു കൊടുക്കാനും അറിയില്ലായിട്ടായിരിക്കും. ഇപ്പോൾ ഞാനൊരു ബോഡി ഷേമിങ് അനുഭവിക്കുന്ന വ്യക്തി എന്നുള്ള നിലക്ക്
മറ്റുള്ളവർ നമ്മളെ എന്താ പറയുക, ചിലത് നമ്മൾ തമാശയായിട്ട് എടുക്കും. അല്ലാണ്ട് ഇനി നമ്മൾ ഓലും ഇങ്ങനെ പറഞ്ഞല്ലോ, ഇനി ഓൾക്ക് വിഷമാവണ്ടെന്ന് കരുതിയിട്ട് നമ്മളത് തമാശ രീതിക്ക് തന്നെ ആയിരിക്കും എടുക്കുക. പക്ഷേ എത്രത്തോളം വിഷമം ഓല അനുഭവിക്കേണ്ടതെന്ന് ആർക്കും മനസ്സിലാവില്ല. പിന്നെ ലൂസ് ടൈപ്പ് ഡ്രസ്സ് ഉണ്ടല്ലോ, ആ ഡ്രസ്സ് ഇട്ടാൽ എൻ്റെ തടി മറ്റുള്ളവർക്ക് മനസ്സിലാവില്ല, കുറച്ച് തടി തോന്നിക്കും. അപ്പോൾ ഞാൻ കരുതണം, ഇങ്ങനെ തടി മറ്റുള്ളവരെ തോന്നിച്ചിട്ട് എന്താ കാര്യം? നമ്മളെ തടി നമ്മൾക്കറിയാം. മറ്റുള്ളവരെ ബോധിപ്പിച്ചിട്ട് ഞാൻ അത്ര തടി ഉണ്ട്, അല്ല ഞാൻ അത്ര മെല്ലിട്ടാണ്, അത് മറ്റുള്ളവരെ കാണിക്കേണ്ട ആവശ്യമില്ല. നമ്മളൊരു വസ്ത്രം ഇടണതിനാണ് നമ്മളെ നാണം മറിക്കാൻ വേണ്ടിയിട്ടാണ്. മറ്റുള്ളവരെ എടുത്തുന്ന ഒരു സെക്യൂരിറ്റി പറഞ്ഞാൽ ഇപ്പം പല കണ്ണുകളുള്ളവരുണ്ടല്ലോ. പിന്നെ മെയിനായിട്ട് നമ്മൾ വസ്ത്രം ധരിക്കണത് തന്നെ നമ്മളെ നാണം മറക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് എങ്ങനെയുള്ളതായിക്കോട്ടെ, ഇനി മോഡേണോ എങ്ങനത്തെ ഇനി ഒരു പർദ്ദ തന്നെ ആയിക്കോട്ടെ, അതൊക്കെ ഈ നല്ല ലൂസ് ഫിറ്റ് ഉള്ളത് ഇടണം, അല്ലാന്നുണ്ടെങ്കിൽ ടൈറ്റുള്ള ഇടണം എന്ന് മറ്റുള്ളവർ പറയേണ്ട ഒരു ആവശ്യമില്ല. നമ്മൾ എങ്ങനത്താണ് നമുക്ക് പെർഫെക്റ്റായിട്ടും കംഫർട്ടായിട്ട്, ഏറ്റവും വലുത് അതല്ലേ, കംഫർട്ടായി തോന്നണേ, അതല്ലേ നല്ലത്. പിന്നെ ഞാനിങ്ങനെ പറയണേ കാരണം ഇങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്, പറയുന്ന പോലും ഉണ്ട്, പിന്നെ ഇങ്ങനെ കേൾക്കുന്നവരുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ യൂട്യൂബിൽ തന്നെ ഒരുപാട് നോക്കിയാലും കാണാം, ഒരുപാട് ബോഡി ഷേമിംഗ് ഒക്കെ അനുഭവിച്ച്. ഈ ചിലരൊക്കെ ഉണ്ടാവും, എൻ്റെ മോളെന്താ ഇങ്ങനെ, എൻ്റെ മരുമോളെന്താ ഇങ്ങനെ, എൻ്റെ ഏട്ടത്തി അനിയത്തി അല്ലാന്നുണ്ടെങ്കിൽ മോള് അങ്ങനെ ഉണ്ടാവും. ഓളെന്താ ഇങ്ങനെ, ഓള് തടിക്കൂലേ, അല്ലാന്നുണ്ടെങ്കിൽ എന്താ ഇങ്ങനെ മെലിഞ്ഞോണ്ടിരിക്കണേ. ഇനിയിപ്പോൾ പറയും ഞാനൊന്ന് ഊതിയാൽ, അല്ലാണ്ട് ഒരു ചവിട്ടിന് അങ്ങോട്ട് പാറാനേ ഉള്ളൂ. ഞാൻ കണ്ടില്ല കേട്ടിട്ടില്ല ഒരു ഊത്തിന്, അതായത് ഒരു ഊതി ആരെങ്കിലും പാറി പോണേ ഞാൻ കണ്ടില്ല. പറച്ചിലിന് ഒരു അതിശയോക്തിയായിട്ട് പറയുകയാണ്. ഒന്ന് കാണിക്കണം, ഡോക്ടറെ അടുത്ത് കാണിക്കണം, വൈദ്യരുടെ അടുത്ത്, ഹോമിയോ, ഇംഗ്ലീഷ്, അങ്ങനെ ഞാൻ ഒരുപാട് മരുന്ന് കുടിച്ചിട്ടുണ്ട് തടിക്കാൻ വേണ്ടിയിട്ട്. അത് ചൂർണങ്ങളായിട്ടും പിന്നെ വിശപ്പിനുള്ള ടോണിക്കും അങ്ങനെ. പക്ഷേ എൻ്റെ വെയിറ്റ് അങ്ങോട്ട് വല്ലാണ്ട് കൂടില്ല. ഡെലിവറിക്ക് ഞാൻ ഒരു മിനിമം എന്ന് പറഞ്ഞാൽ, വല്ലാണ്ട് ഡെലിവറിക്കൊക്കെ ചിലരുണ്ടല്ലോ നന്നായി വെയിറ്റൊക്കെ കൂടണേ, ആ ഒരു ടൈപ്പിലും കൂടി ഞാൻ പെട്ടില്ല നന്നായി വെയിറ്റ് കൂടണേ. ഞാൻ ഈ തടി നന്നായില്ലല്ലോ എന്നാണ് അപ്പോഴും ഓരോരുത്തരും പറഞ്ഞത്. അപ്പം അതൊക്കെ നമ്മൾ ഒരു ചെവിയിലൂടെ കേട്ട് മറ്റേ ചെവിയിലൂടെ വിടലേനും. ഇപ്പം ഞാൻ വീണ്ടും പഴയ രീതിക്ക് നല്ല മെലിച്ചില്ലാണ് എത്തിയത്. അപ്പോഴും ഓരോരുത്തർ പറയുമ്പോൾ, ഇപ്പം ഞാനിതിവിടെ പറയണേ തന്നെ ആരെങ്കിലും ഒരാൾ, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ പറയുന്നത് ഒരാളെങ്കിലും കേൾക്കാണ്ട് ഇത് ഓർക്കുള്ള ഒരു മറുപടിയാണ്. ഇത് ചിലപ്പം എൻ്റെ ബാക്കിയുള്ളവർ പിന്നെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞവരൊക്കെ ഉണ്ടാവും, ഓലൊക്കെ ആരെങ്കിലുമൊക്കെ കാണാൻ ഇടയുണ്ടെങ്കിൽ കാണാണ്ടിരിക്കട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ കാണട്ടെ. അവൾക്കൊക്കെ ഉള്ളൊരു മറുപടി ആയിട്ട്, ഇനി എന്താ ഈ ടോപ്പിക്ക് പറയണക്ക് നേരിട്ട് പറഞ്ഞവരെ മറ്റുള്ളവരെ അറിയിച്ചിട്ട് ഇപ്പം എന്താ കാര്യം? അതൊന്നുമല്ല, ഞാൻ മറ്റുള്ളവരെ അറിയുന്നില്ലേ, എന്തായാലും ഓൾക്ക് ഞാൻ ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിലൂടെ തന്നെ ഒരു മറുപടി കൊടുക്കുക. 2 ആൾ കാണുകയാണെങ്കിൽ 2 ആൾ മതി. ഓളിങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് സ്പ്രെഡ് ആയിക്കോളും. ഇപ്പോൾ തന്നെ ഞാൻ കുറച്ച് കാലം മുന്നേ ഇൻസ്റ്റയിൽ വീഡിയോ ഇടലുണ്ടായിരുന്നു, ഒരു പാട്ട് റെക്കോർഡ് ചെയ്തായിട്ട്. എനിക്ക് പാട്ട് പാടാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ആ ഫസ്റ്റ് പോസ്റ്റ് മുതൽ തന്നെ നാട്ടിലത് പാട്ടായി. കാരണം നമ്മളോട് പറയുമ്പോൾ നമുക്കല്ലേ വിഷമം ഉണ്ടാവണേ. അങ്ങനത്തെ കുറച്ച് നാട്ടുകാർക്ക് വേണ്ടി സമർപ്പിക്കുകയാണ്. അവളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പറയുകയാണ്. ഞങ്ങൾ എന്തോ ചെയ്യട്ടെ, വീഡിയോ ഇടുന്നവർ വീഡിയോ ഇടട്ടെ, മെലിഞ്ഞവർ മെലിഞ്ഞിരിക്കട്ടെ, അതൊന്നും നിങ്ങളെ കാര്യമല്ലല്ലോ, അത് നിങ്ങളാരും നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ അവനവൻ്റെ കാര്യം നോക്കാൻ അവനെ അറിയാം. എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ അത് ഞങ്ങൾ അപ്പം നിങ്ങളോട് ചോദിക്കും, അല്ലാണ്ട് ഇങ്ങോട്ട് വന്ന് ഉണ്ടാക്കാൻ നിൽക്കണ്ട. കുരു പൊട്ടുന്നവരെന്ന് ഒരു സംഭവം ഉണ്ടല്ലോ, കുരു പൊട്ടുന്നവർ, ആ കുരു സ്വന്തം ഇരുന്ന് പൊട്ടിച്ചാൽ മതി, മറ്റുള്ളവരുടെ അടുത്ത് വന്ന് പൊട്ടിക്കാൻ നിൽക്കണ്ട. ഇത്രയെങ്കിലും പറഞ്ഞില്ല എനിക്കൊരു സമാധാനം കിട്ടൂല. ബട്ട് നേരിട്ട് കണ്ട എനിക്ക് ചിലപ്പോൾ പറയാനുള്ള ഒരു സഹനശക്തി എന്നൊക്കെ പറയില്ലേ, നല്ല സഹനശക്തിയല്ല, നേരിട്ട് പറയാൻ എനിക്ക് കഴിയൂല. ഞാൻ ചിലപ്പോൾ മിണ്ടാണ്ടിരിക്കും, ചിലപ്പോൾ മിണ്ടിയാൽ തന്നെ ഈ പറഞ്ഞ മാതിരി ആയിരിക്കില്ല പറയാം, വളരെ കാമായിട്ടുള്ള രീതിയിൽ ആയിരിക്കും പറയാം. മറ്റുള്ളവർക്ക് വിഷമമുള്ള രീതിയിലോ വിഷമാക്കുന്ന രീതിയിലോ എനിക്ക് പറയാൻ കഴിയൂല. അഥവാ പറഞ്ഞാൽ അത് അവർക്ക് സങ്കടമാവുമെന്ന് എനിക്കറിയാം. ഒരിഷ്ടമുള്ള ഡ്രസ്സ് ഇടുമ്പോൾ, ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ, ആഗ്രഹിച്ച് പോകുമ്പോൾ എന്തൊക്കെയോ വല്ലാണ്ട് പറയണം വിചാരിച്ച് വന്നതേനി. പക്ഷേ എനിക്ക് ഈ ടോപ്പിക്ക് മുന്നോട്ടേക്ക് വല്ലാണ്ട് കൊണ്ടുപോകാൻ കഴിയും തോന്നില്ല. കാരണം ഞാൻ ഒരാൾ പറഞ്ഞാലും പറഞ്ഞില്ലല്ലോ, ഇനിയിപ്പോൾ ഞാൻ തന്നെ സ്വയം ഈ കാര്യം പറയുകയാണല്ലോ. അപ്പോൾ എനിക്ക് ഇതിനെക്കുറിച്ച് പറയുമ്പോൾ കരച്ചിൽ വന്നു.
കരഞ്ഞോണ്ട് ഏതായാലും പറയാൻ താല്പര്യമില്ല. ഇനി നല്ല മൈൻഡൊക്കെ ഒന്ന് സെറ്റായി. ഇപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായതുകൊണ്ട് ആരും പറഞ്ഞുകൊണ്ടല്ല കേട്ടോ ഞാൻ ഈ വീഡിയോ കുറേ കാലമായിട്ടൊരു കേൾക്കണ സംഭവമാണ്, അതുകൊണ്ട് പറയണം വിചാരിച്ചിട്ട് പറഞ്ഞതാണ്. ഇനി ഈ ടോപ്പിക്കും കൊണ്ട് ഞാൻ എന്തായാലും വരും. കുറച്ച് കഴിയട്ടെ. വീഡിയോ ഒക്കെ ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ, അറിയാലോ. വീഡിയോ ഒക്കെ കുറച്ച് ആൾക്കാരെ കാണട്ടെ. ആ സമയത്തിൽ ഞാൻ പറയും വീഡിയോ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ കേട്ടോ. എന്തായാലും ചിലർക്കെങ്കിലുള്ള എൻ്റെ ഒരു മറുപടി ആയിട്ട് വന്നിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ ഇനിയും വരും ടോപ്പിക്കുമായിട്ട്. അതുവരേക്കും ബൈ.